യാത്ര എന്ന് പറയുന്നത് ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാൾ എന്നെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ മാർക്കറ്റിംഗ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു നേരിട്ട് കണ്ട് വിശ്വാസപ്പെട്ടാൽ മാത്രമേ ഞാൻ അത് ഏറ്റെടുക്കുള്ളൂ. അപ്പോൾ അതെന്താണെന്ന് അറിയേണ്ടിയിട്ടുള്ളൊരു യാത്രയാണ്. എനിക്ക് പെട്ടെന്നായിരുന്നു ഒരു കോൾ വന്നത്. ആ സമയത്ത് ഞാൻ തൃശ്ശൂരുണ്ടായിരുന്നു. അപ്പോൾ തൃശ്ശൂർ നേരെ KSRTC സ്റ്റാൻഡിൽ പോയി അവിടെ നിന്ന് KSRTC ബസ് എടുത്തിട്ട് രാത്രി വൈറ്റിലയിലെത്തി. അപ്പോൾ വൈറ്റിലയിൽ എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു എന്നെ കൂട്ടേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് വന്നൊരു കോളായിരുന്നു. ഞാൻ പറഞ്ഞത് ശരി, ഞാനെന്നാൽ നേരെ അങ്ങോട്ടേ കോട്ടയത്തേക്ക് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇന്ന് കൊച്ചിയിൽ നിൽക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഫ്രണ്ട് എന്നെ കൂട്ടാൻ വൈറ്റിലേക്ക് വന്നു. ഇന്ന് കൊച്ചിയിലാണ് അവൻ്റെ കൂടെ സ്റ്റേ. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ആ ഒരു ബിസിനസ്സിൻ്റെ അവരെ കാണാൻ അവരിങ്ങനെ കുറച്ചായിട്ട് തുടങ്ങിയിരിക്കണം. അതിൻ്റെ മാർക്കറ്റിംഗ് ഏറ്റെടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ അവസ്ഥ, കാര്യങ്ങൾ നല്ലതാണോ, നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതാണോ, ചെയ്തു കൊടുത്ത റിസൾട്ട് കിട്ടുന്ന സാധനമാണോ, എല്ലാം നേരിട്ട് കണ്ടറിയേണ്ടിയിട്ട് അറിഞ്ഞിട്ട് അത് ഓക്കെ ആണെങ്കിൽ മാത്രമേ ഞാനത് ഏറ്റെടുക്കത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിനി ഇവിടുന്ന് നേരെ പോകേണ്ടത് പാലയിലേക്ക്. അപ്പോൾ എറണാകുളത്ത് നിന്ന് പാല ബസ്സിന് കയറാൻ പോകുന്നതാണ്. KSRTC ബസ് കയറിയിട്ടാണ് ഞാൻ പാലയിലേക്ക് പോകുന്നത്. അപ്പോൾ ഒരുപാട് പ്രതീക്ഷകളുമായിട്ടാണ് പോകുന്നത്. പ്രതീക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു പുതിയൊരു ബിസിനസ്സുകാരനെ കാണാൻ പോകുന്നതാണ്, ഒരു പുതിയൊരു ബിസിനസ് പരിചയപ്പെടാൻ പോകുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു ത്രില്ലും നമുക്ക് അവിടെ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റിലൊക്കെയാണ് ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നത്. ഞാൻ കോട്ടയം പാലയിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇനി അവരുടെ അടുത്തേക്ക് പോകണം. അപ്പോൾ അവരെ വീടിന് തൊട്ടടുത്ത് ഇങ്ങനെ ചെറിയൊരു ഷോപ്പാക്കിയിട്ട് ഇവിടെ നിന്നാണ് ഇവരത് സെല്ല് ചെയ്യുന്നത്. ഒരു ഹോം മെയ്ഡ് പ്രൊഡക്റ്റാണ്. അപ്പോൾ അതെന്താണെന്നൊക്കെയുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ ഇങ്ങനെ കാണിച്ചു തരാം. ഇതാണ് അവരുടെ വീടിന് തൊട്ടടുത്താണ് ഈ സംഭവം.